Hello guys, so let's make a Tattikuttu pizza. For that, we want 1 cup of maida and a half tablespoon salt and 1 tablespoon baking powder. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം തൈരും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് ഫുള്ളൊന്ന് കുഴച്ചെടുക്കാൻ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഹാഫ് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അതിന് മുകളിലൊന്ന് ഒഴിക്കുക. എന്നിട്ട് അതിനൊന്ന് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അടുത്ത് നമ്മളൊരു പാൻ എടുത്ത് കുറച്ച് ബട്ടർ ഇടണം. ബട്ടർ വെച്ചിട്ട് നമുക്ക് ഈ പനീറൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് സോസും നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കി വെക്കണം. സോസും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസും ഷെസ്വാൻ സോസും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. ഇതെല്ലാം ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. ഭയങ്കര കട്ടിയാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല. ആ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഇട്ട് നമ്മൾ ഈ പരത്തി വെച്ച മാവ് ഒന്നതിനകത്ത് ഇട്ട് കൊടുക്കണം. ആ ഒരു സൈഡ് വേവുന്ന സമയത്ത് നമ്മൾ ഈ ഫോർക്ക് വെച്ച് എല്ലായിടവും ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കണം. പിന്നെ ഫ്ലിപ്പ് ഇറ്റ് ഔട്ട്. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ആ ഉണ്ടാക്കി വെച്ച സോസ് ഫുൾ അതിനകത്തൊന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, ഉള്ളി, പിന്നെ ബട്ടറിൽ സോട്ട് ചെയ്ത പനീറും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അടുത്തതാണ് നമ്മളെ മെയിൻ സംഭവം, ചീസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ സ്ലൈസ് ചീസേ ഉള്ളൂ. നിങ്ങളിൽ മറ്റേ ചോപ്ഡ് ആയിട്ടുള്ള ചീസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ചീസ് അതിനകത്ത് മെൽറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. സോ ചീസ് നിങ്ങൾക്ക് എത്ര വേണം ഇടാം, അതിന് നോ ലിമിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചീസ് ഇടാം. ഈ ചീസ് ഇട്ടതിന് ശേഷം ലിഡ് വെച്ചൊന്ന് 5 മിനിറ്റ്സ് അടച്ചു വയ്ക്കണം. ഉള്ളി 5 മിനിറ്റ്സ് കൂടെയൊന്നും വേണ്ട, അപ്പോൾ തന്നെ നല്ല കുക്കായി വന്നോളും. സോ യെസ്, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ബൈ.